ഹലോ, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് കലത്തപ്പം ആരെടുത്തിട്ടുള്ള സോഫ്റ്റ് കലത്തപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകുന്നില്ല. ഞാൻ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ആരെടുത്തിട്ടുള്ള സോഫ്റ്റ് കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചരിക്ക് പകരം വേണമെങ്കിൽ കായമ അരി ഉണ്ടെങ്കിൽ അതും എടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒരു 3 മണിക്കൂറോളം ഇത് കുതിർത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണിത്. ഇനി ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുത്ത അതേ പാത്രം എടുക്കുക. അതിലോട്ടാണ് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് എടുക്കാവുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരും. ഇതാ ഈ ഒരു അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഈ പച്ചരി എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റാണ് ഈ ഒരു ഗ്ലാസ്. ഇനി നമുക്ക് വേണ്ടിയത് തേങ്ങയാണ്. അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഏലക്കായാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ചേർത്താലും മതി. അതേപോലെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. അപ്പോൾ പൊടിച്ചതില്ലെങ്കിൽ 1/4 ടീസ്പൂൺ സാധാ ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മളെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങളെ മിക്സി നല്ല മിക്സി ആണെങ്കിൽ, നല്ലോണം അരയുന്ന മിക്സിയൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള 1/2 ഗ്ലാസും കൂടെ ഇട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് ഒട്ടും തന്നെ തരി പാടില്ല. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ കലത്തപ്പത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചാൽ വേണമെങ്കിൽ 3 അച്ച് എടുത്താലും മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ആ മാവിലോട്ട് ഈ ഒരു ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ തിളച്ച ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ആരൊക്കെ വരുള്ളൂ. ഇനി ഒഴിച്ച പാടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ മാവ് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് വെന്ത് കൊടുക്കും. അപ്പോൾ അത് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശമാവിനേക്കാളും കുറച്ച് അളവിലാണ് വേണ്ടിയത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം പച്ചരിയിലോട്ടും അതേപോലെ 1/2 ഗ്ലാസ് വെള്ളം ശർക്കരയിലോട്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതെൻ്റെ അടുത്ത് വിട്ടുപോയതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചേർത്തത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ബേക്കിംഗ് സോഡ മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ വിട്ടുപോയത് വേണ്ടാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉപ്പ് ചേർത്ത ആ സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്താലാണ് നമ്മളെ കലത്തപ്പത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ
നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കലത്തപ്പത്തിൻ്റെ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയം കുക്കർ നന്നായിട്ട് തന്നെ ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ, അല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഇതാ 1.5 മിനിറ്റോളം വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആവി വരും. 1.5 മിനിറ്റ് വെച്ചാൽ അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെന്തുക്കോ നോക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് കുക്കറിൽ തന്നെ വെക്കുക. അതിന് ശേഷമാണ് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ കുക്കർ നന്നായി തണുത്തതിന് ശേഷം ഞാനിപ്പോൾ നമ്മളെ കലത്തപ്പം പുറത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചത് തീയൊന്ന് കുറച്ച് കൂടിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നല്ല ലോ തന്നെ വെക്കുക. അതേപോലെ ഈ നടുതാണ് പോയതെന്ന് വെച്ചാൽ നമ്മൾ ആ 1.5 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഒരിക്കലും കുക്കർ തുറക്കാൻ പാടില്ല. ആ സമയത്ത് തുറക്കാതെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇതെൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ അതാണ് ആ നടുഭാഗം കുറച്ച് താഴ്ന്നതായിട്ട് പോയത്. അപ്പോൾ 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ തുറക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കുക. നല്ല ലോ തന്നെ വെക്കണം. അതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് കുക്കർ അടച്ച് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ പുറത്തെടുക്കാവൂ. അപ്പോൾ ഇതാ നമ്മൾ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് ഫ്ലോപ്പ് ആവില്ല. ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.